ഹായ്, ഇന്നത്തെ കാർഡ്ബോർഡ് അതേപോലെ തന്നെ അലൂമിനിയം ഫോയിലും വെച്ചിട്ടുള്ള കിടിലൻ ക്രാഫ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റാണ്, കുട്ടികൾക്ക് പോലും ചെയ്യാൻ കഴിയുന്ന അതിമനോഹരമായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്രാഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക്. അപ്പോൾ അത് ആദ്യം 2 പീസ് കാർഡ്ബോർഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 45 സെൻറ്റിമീറ്റർ നീളവും 30 സെൻറ്റിമീറ്റർ വീതിയുമാണ് നമ്മൾ ഇതിനെടുത്തത്. അപ്പോൾ 2 പീസാണ് നമ്മൾ എടുത്തത്. അത് നമ്മൾ ഒന്നിന് മേലെ ഒന്ന് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മളത് ഒട്ടിക്കുന്നത്. കാർഡ്ബോർഡ് നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മളിതാ നമ്മുടെ അലൂമിനിയം ഫോയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ കാർഡ്ബോർഡിനേക്കാളും കുറച്ച് നീളത്തിൽ നമ്മൾ ഇതേപോലെ എടുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുരുട്ടിയെടുക്കണം. ഓവർ ചുരുട്ടി പോകരുത്. ഇതേപോലെ ഒന്ന് മെല്ലെ മെല്ലെ ചുരുട്ടിയതിന് ശേഷം നമുക്ക് ആ സ്ട്രെച്ചറൊക്കെ ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ട്, ആ ചുളിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് ഇതേപോലെ ആ ചുളുക്കൊക്കെ ഒന്ന് വരുത്തി നമ്മളിത് ഡിസൈൻ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചുരുട്ടിയെടുത്തതിന് ശേഷം നമുക്കത് നിവർത്തിയെടുക്കാം. അപ്പോൾ വളരെ സാവധാനം വേണം ഇത് ചെയ്യാൻ, കാരണം ഇത് വളരെ പെട്ടെന്ന് കീറിപ്പോവും. അപ്പോൾ കീറിപ്പോവാതെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ 2 പീസ് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുന്നു. അപ്പോൾ 2 പീസ് അലൂമിനിയം ഫോയിൽ നമ്മൾ ചുളുക്കിയെടുത്തു. ഇനി നമുക്ക് ആ പീസുകൾ അലൂമിനിയം ഫോയിൽ നമുക്ക് ഈ കാർഡ്ബോർഡിന് മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് തന്നെയാണ് നമ്മളതും ഒട്ടിക്കുന്നത്. അപ്പോൾ അലൂമിനിയം ഫോയിൽ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കിത് തിരിച്ചു വെച്ചതിന് ശേഷം നമുക്ക് കൂടുതലുള്ള അലൂമിനിയം ഫോയിൽ, അതായത് കാർഡ്ബോർഡിന് പിറകു വശത്തേക്ക് നമുക്ക് മടക്കി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കാർഡ്ബോർഡ് നമ്മൾ അലൂമിനിയം ഫോയിലിൽ പൊതിഞ്ഞെടുത്തു. ഇനി നമുക്ക് വീണ്ടും അലൂമിനിയം ഫോയിൽ എടുക്കാം. അത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതേപോലെ അത് മടക്കിയെടുത്തതിന് ശേഷം നമ്മളതൊരു മടക്കിയതിന് ശേഷം നമ്മളതൊന്ന് നന്നായിട്ട് ചുരുട്ടിയെടുക്കുന്നുണ്ട്. ഇതേപോലെ. അതിനുശേഷം നമുക്ക് ഇതേപോലെ കുറേ പീസുകൾ ചുരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ കാർഡ്ബോർഡിൽ നമുക്ക് ഒരു മരത്തിൻ്റെ ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കണം. അപ്പം കുറേ ചില്ലകളും കമ്പുകളൊക്കെ ആയിട്ട് നമ്മളൊരു മരത്തിൻ്റെ ഡിസൈൻ നമ്മൾ ഇതിൽ ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഈ ഡിസൈൻ ചെയ്തെടുത്ത നമ്മുടെ ഈ ഫോയിലുകളൊക്കെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ഒട്ടിച്ചെടുക്കുന്നത്. അത് മുഴുവനായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കിത് പെയിൻ്റ് അടിച്ചെടുക്കണം. അപ്പോൾ ബ്ലാക്ക്
സ്പ്രേ പെയിൻ്റാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും നമുക്ക് ഈ ബ്ലാക്ക് സ്പ്രേ പെയിൻറ്റ് അടിച്ചെടുക്കാം. അപ്പോൾ അത് നമ്മൾ പെയിൻറ്റ് അടിച്ചെടുത്തു. ഇനി നമ്മൾ വീണ്ടും അലൂമിനിയം ഫോയിൽ എടുക്കുന്നുണ്ട്. അതിനുശേഷം അത് ചെറിയ പീസുകളായിട്ട് നമ്മളത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതേപോലെയുള്ള പീസുകളാക്കി ഈ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതാ കുറച്ച് പേപ്പറുകൾ, അതായത് ന്യൂസ് പേപ്പർ, പഴയ ന്യൂസ് പേപ്പർ എടുത്ത് ഇതേപോലെ ചെറിയ ഉരുളകളാക്കിയതിന് ശേഷം നമ്മളിതാ ഇതേപോലെ ആ അലൂമിനിയം ഫോയിൽ പൊതിഞ്ഞ് നമ്മളിതാ ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. അതായത് ബോളുകൾ, ചെറിയ ബോളുകളും വളരെ ചെറിയ ബോളുകളും കുറച്ച് വലിയ ബോളുകളും ഒരു കോട്ടിയുടെ വലിപ്പമുള്ള ബോളുകളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള ബോളുകളും നമുക്ക് കുറച്ചെണ്ണം തയ്യാറാക്കിയെടുക്കാം. ഇതിലെ ചെറിയ ബോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ന്യൂസ് പേപ്പർ ആവശ്യമില്ല. നമുക്ക് അലൂമിനിയം ഫോയിൽ മാത്രം വെച്ചിട്ട് ഇതേപോലെ ചുരുട്ടിയെടുത്താൽ മതി. അപ്പോൾ അത് രണ്ട് വലിപ്പത്തിലുള്ള ബോളുകളൊക്കെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചു വെക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ പിറകിൽ 4 സൈഡിലായിട്ട് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ 4 കട്ട നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കാർഡ്ബോർഡിൽ നിന്ന് വെട്ടിയെടുത്താണ്. അപ്പോൾ 3 പീസ് വീതം വെച്ചിട്ടാണ് നമ്മളത് ഒട്ടിച്ചെടുത്തത്. അപ്പോൾ 4 മൂലയിലും നമ്മൾ ഇതേപോലെ അത് ഒട്ടിച്ചു കൊടുക്കുന്നു. പിറകു വശത്തെ 4 കട്ടകൾ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മളിത് തിരിച്ചു വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഡിസൈൻ ചെയ്തെടുത്ത മരത്തിന് നമ്മൾ ഈ ഗോൾഡൻ കളർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പോയിന്റ് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ഗോൾഡൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് മരത്തിന് നമ്മൾ ഗോൾഡൻ കളർ ടച്ച് ചെയ്തെടുത്തു. ഇനി നമ്മുടെ വലിയ ബോളുകൾ നമ്മൾ മരത്തിൻ്റെ അവിടെ ആയിട്ട് നമ്മൾ വെച്ച് നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറിയ ബോളുകളും അതേപോലെ തന്നെ മരത്തിൻ്റെ ചില്ലുകളിലൊക്കെ നമ്മൾ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 വലിപ്പത്തിലുള്ള ബോളുകൾ നമ്മൾ സെറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്കിത് ഓരോന്ന് എടുത്തുകൊണ്ട് നമുക്ക് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് ബോളുകളൊക്കെ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മളിത് തിരിച്ചു വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പിറകിൽ ഇത് ഹാങ്കിങ്ങിന് വേണ്ടിയിട്ടുള്ള നമ്മളൊരു ഇതേപോലെ ഒരു കയർ നമ്മൾ മുകൾ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ഇതേപോലെ ഒരു LED മാല വാങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിൻ്റെ പിറകു ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 സൈഡിലേക്കും ലൈറ്റ് വരുന്ന രീതിയിലാണ് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ലൈറ്റൊക്കെ നമ്മൾ ഒട്ടിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ കാർഡ്ബോർഡും അതേപോലെ തന്നെ അലൂമിനിയം ഫോയിലും വെച്ചുകൊണ്ടുള്ള ക്രാഫ്റ്റ് വളരെ സിമ്പിളായിട്ട് ആർക്കും, അതായത് കുട്ടികൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ രാത്രി കാഴ്ചകൾ കൂടിയൊക്കെ കാണാം. ഇപ്പോൾ നമുക്ക് പുറത്തേക്ക് അങ്ങനെ ലൈറ്റ് വരുന്നില്ല. അപ്പോൾ നമുക്ക് രാത്രി കാഴ്ചകൾ കൂടി കാണാം. അപ്പോൾ നമ്മുടെ ഈ ക്രാഫ്റ്റും അതേപോലെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.